morning, all. Welcome to our 10th and last session of our orientation program. സോ ഇന്ന് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വൈൻഡ് അപ്പ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓറിയന്റേഷൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പൊ സെഷൻ 1 തൊട്ട് 10 വരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോ സെഷന്റെയും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയായിരുന്നു. സോ ഇന്ന് നമ്മൾ ഫൈനൽ സെഷനിൽ എത്തി നിൽക്കുകയാണ്. ലോഞ്ച് പാഡ്, ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ ആണ് ഇന്ന് വരുന്നത്. സോ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷിലെ മെന്റർ ആയിട്ടുള്ള ഐഷ മാമിനെയും അതുപോലെ തന്നെ നമ്മളുടെ കൊമേഴ്സിലെ മെന്റർ ആയിട്ടുള്ള രാഖി മാമിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് സെഷൻ 10, ലോഞ്ച് പാഡ്, ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അപ്പ്. സോ നിങ്ങൾക്കറിയാം, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിലെ ലാസ്റ്റ് സെഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾ ആ ഒരു സ്റ്റഡീസിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം, കുറെ ഒരു ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഒരു അക്കാഡമിക് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്കുള്ള ആ ഒരു എന്താ പറയാ, ഒരു ബെസ്റ്റ് സ്റ്റാർട്ട് തരാനാണ് നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം, നിങ്ങളെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നിങ്ങളെ ഒരു ബാക്ക് ടു ട്രാക്ക്, ആ ഒരു സ്റ്റഡീസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ. അപ്പൊ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്ന അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിരിക്കും നിങ്ങളുടെ എക്സാംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി നിങ്ങൾ ഭയങ്കര എന്താ പറയാ, ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും നിങ്ങൾ ആ ഒരു സെഷൻ 1-ൽ നിന്നും വ്യത്യസ്തമായി ഇപ്പൊ ഉണ്ടാവുക അല്ലെ. സോ ഈ ഒരു സെഷൻ നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ സെഷന്റെയും ഒരു ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. സോ ഒരു ക്വിക്ക് റിക്കാപ്പ് ആണ്. സോ സെഷൻ 1 എന്ന് പറയുന്നത് ദ സ്പാർക്ക്, കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. സോ ഈ ഒരു സെഷനിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ കണ്ടതും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫൺ ഗെയിംസും കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. നമ്മൾ ആ ഒരു റെഗുലർ ബാച്ചിലാണ്, നമ്മൾ ഒരു ഓൺലൈൻ മോഡിൽ പഠിക്കുന്നവരാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാച്ച്മേറ്റ്സ് ആരൊക്കെയാണെന്ന് അറിയണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. സോ ഈ ഒരു സെഷനിലൂടെ നിങ്ങളെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ കുറച്ച് ഫൺ ആയിട്ട് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു നമ്മുടെ സെഷൻ 1 എന്ന് പറയുന്നത്. Then സെഷൻ 2, ഇഗ്നോ അൺബൗണ്ട്, എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോ നിങ്ങൾക്കറിയാം, നമ്മൾ ഇഗ്നോ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ എല്ലാതും നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാകും ഇഗ്നോ റിലേറ്റഡ് ആയിട്ട്. നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സ്, റീജിയണൽ സെന്റേഴ്സ്, അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു സെഷൻ നമ്മുടെ റഹി സാർ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു ഈ സെഷൻ 2 എന്ന് പറയുന്ന ഇഗ്നോ അൺബൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. ദെൻ സെഷൻ 3ലേക്ക് വരുന്ന സമയത്ത് ഇന്നോവേറ്റ് വിത്ത് ലേൺ ബൈ സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, കാരണം നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് വരുന്ന ഫസ്റ്റ് സെഷൻ ആയിരുന്നു നമ്മുടെ സിലബസ് ഡീകോഡിങ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു BA ഇംഗ്ലീഷിൽ പഠിക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് നിങ്ങൾ ഈ ഒരു സെഷനിലായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഡെയിലി നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം ടേബിൾ തരും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സസും പോകുന്നത്. സോ ആ ഒരു ടൈം ടേബിൾ ലോഞ്ച് ചെയ്തതും അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു സിലബസ് ഡീകോഡിംഗ് ഉണ്ടായതും ഈ ഒരു സെഷനിലായിരുന്നു. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള വേറൊരു സെഷൻ ആയിരുന്നു നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സെഷൻ 3, ഇന്നോവേറ്റ് വിത്ത് ലേൺ ബൈ സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. Then comes സെഷൻ 4, ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ്, നാവിഗേറ്റിംഗ് ലേൺവൈസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷൻ നമുക്കറിയാം, നമ്മൾ ഓൺലൈൻ ആയിട്ട് പഠിക്കുകയാണ്. നമുക്ക് ലേൺവൈസ് ആപ്പ് ഉണ്ട്. നമ്മളുടെ വീഡിയോ ക്ലാസ്സസ് ആയിക്കോട്ടെ, നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആയിക്കോട്ടെ, നമ്മളുടെ ടെക്സ്റ്റ് SLM ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ആ ഒരു ലേൺവൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിരിക്കുക. സോ എല്ലാവരും ടെക്നിക്കലി അത്ര വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളും ആയിരിക്കത്തില്ല. നമ്മളൊരു പുതിയൊരു ആപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെയാണ് അതിന്റെ റിസോഴ്സസ് ഒന്നും നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. സോ നമ്മുടെ ലേൺവൈസ് ആപ്പിനെ കുറിച്ചിട്ട് കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ്, നാവിഗേറ്റിംഗ് ലേൺവൈസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. സോ ഈ ഓൺലൈൻ മെത്തേഡിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സെഷൻ ആയിരുന്നു ഈ സെഷൻ 4 എന്ന് പറയുന്നത്. Then comes സെഷൻ 5, ഇലുമിനേഷൻ, അലുമിനി സക്സസ് സ്റ്റോറീസ്. സോ നിങ്ങൾ മുന്നേ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള
ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ്. കാരണം നിങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ ഒരു അക്കാഡമിക് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വന്ന് പിന്നെയും ജോയിൻ ചെയ്ത് പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. സോ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷനുമായിരുന്നു അവരല്ലേ. അപ്പൊ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരുന്നു ഈ ഒരു സെഷന് ശേഷം എന്നുള്ളത്. സോ സെഷൻ 5 എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു അലുമിനി സക്സസ് സ്റ്റോറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെഷൻ 6 എന്ന് പറയുന്നത് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി മെയ്ഡ് ദ ലേൺ വൈസ് ടീം. നമ്മൾ ആ ഒരു എൻറ്റയർ ടീം, നമ്മുടെ ലേൺ വൈസിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളെ മെന്റേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ പില്ലേഴ്സ് ആയിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പൊ അവരെയൊക്കെ ഒന്ന് കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കാനുണ്ടായിരുന്നു, അവരെ ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6 ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി. നമ്മളെ എൻറ്റയർ ടീമിനെ നിങ്ങൾ അന്ന് പരിചയപ്പെട്ടു, നമ്മൾ ആരൊക്കെയാണെന്നുള്ളതും കുറച്ച് മെന്റേഴ്സ് ഒക്കെ നിങ്ങളടുത്ത് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6 എന്ന് പറയുന്നത്. സെഷൻ 7ലേക്ക് വരുന്ന സമയത്ത് ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. ഇപ്പൊ നമ്മൾ BA ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് എത്രത്തോളം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടന്റ്, നമ്മളൊരു സബ്ജക്ട് അല്ലാതെ നോക്കുന്ന സമയത്ത് തന്നെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലൊക്കെ അവിടെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ലാംഗ്വേജ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മൾ EEP എന്ന് പറയുന്ന അത് നമ്മള് സെഷൻ സീസൺ 1 and 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സീസൺ 3യിലേക്ക് നമ്മൾ വരാൻ പോവാണ്. നിങ്ങളെ ബാച്ചിന് വേണ്ടിയിട്ട് സീസൺ 3 അത് വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ അതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോലെ ഫ്ലുവന്റ് ആൻഡ് ഫിയർലെസ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സെഷൻ 7 നമ്മൾ ഇതിന് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെഷൻ 8 എന്ന് പറയുന്നത് ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. സോ നമ്മളിപ്പോ ഈ ആർട്സ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് നെക്സ്റ്റ് എന്ത് എന്നുള്ളതിനുള്ള ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം നമുക്കറിയാം, നമ്മൾ വിചാരിക്കും നമുക്ക് കൂടുതൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, നമ്മൾ കൂടുതലും ടീച്ചിങ്ങിലേക്ക് മാത്രമാണ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഒരുവിധം എല്ലാ സെക്ടേഴ്സിലും നമ്മുടെ ഇംഗ്ലീഷുകാരുടെ ഒരു കൈയൊപ്പ്. ഇപ്പൊ ഈ അഡ്വർടൈസിംഗ് ആയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ജേർണലിസം, ടീച്ചിങ്, ഇങ്ങനത്തെ ഉള്ളതിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ആയിരുന്നു മനസ്സിലായി. നമുക്ക് വേണ്ടിയിട്ട് അവിടെ അന്നൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, സീതാ മാം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കാരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ നിങ്ങൾ കാരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് ഒക്കെ മാമിന്റെ ആ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി. നമ്മളെ ഈ ഒരു BA അല്ലെങ്കിൽ MA കഴിഞ്ഞിട്ട് വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഒരു ആൻസറുമായി അല്ലെ. അപ്പൊ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊരു പ്രോപ്പർ കാരിയർ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 8 ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സെഷൻ 9 എന്ന് പറയുന്നത് വെൽബീങ് ആൻഡ് ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ്. സോ നമുക്കറിയാം നമ്മളെ സ്റ്റഡീസിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടും നമ്മുടെ മൈൻഡ് ഒന്നും ഓക്കെ അല്ല, പക്ഷെ നമ്മൾ കുറെ നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പഠിച്ച് നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനെ ഇരുന്ന് പഠിച്ചാലൊന്നും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് അത് എഴുതാൻ പറ്റിയ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മളെ സ്റ്റഡീസ് ഇമ്പോർട്ടന്റ് ആണ്, അത്രത്തോളം തന്നെ നമ്മളെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിന്റെ ഹെൽത്ത് അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മൈൻഡ് ഓക്കെ അല്ല, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബാക്ക് ടു സ്റ്റഡീസ് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് കൗൺസിലിംഗ് പോലെയൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹാപ്പിനെസ് അംബാസിഡേഴ്സ് ഇവിടെ ഉണ്ട്. സോ അവരുടെ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 9 വെൽബീയിങ് ആൻഡ് ബാലൻസ്, മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ. ആൻഡ് സെഷൻ 10 എന്ന് പറയുന്നതിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. സെഷൻ 1 to 10 ലാസ്റ്റ് സെഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു സെഷൻ മെയിൻലി നിങ്ങൾക്ക് ആ ഒരു ഒരു ഫീഡ്ബാക്ക് ആൻഡ് റാപ്പപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സിനെയും കൂടി നമ്മൾ സെലക്ട് ചെയ്തത് റിവീൽ ചെയ്യുന്ന ഒരു ഡേ ആണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. സോ അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു സെഷൻ 1 to 10 വരെ ഉണ്ടായിട്ടുള്ള ഒരു ക്വിക്ക് ആയിട്ടൊരു റാപ്പപ്പ് വീഡിയോ നമുക്ക് കാണാം. Together, we've embarked on a path of discovery and growth,
experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ്. അതായത് നമ്മുടെ ഡേ 1 തൊട്ടിട്ട് നമ്മളെ ഡേ 10 വരെ റെഗുലർ ആയിട്ട് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ തന്നിട്ടുള്ള ആക്ഷൻ ടാസ്ക് നിങ്ങൾക്കറിയാം, ഓരോ സെഷൻ കഴിയുമ്പോഴും അത് അന്നൊരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് തരും. അപ്പൊ ആ ഒരു ആക്ഷൻ ടാസ്ക് നിങ്ങൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്റേഴ്സിനായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഓറിയന്റേഷൻ ആക്ഷൻ ടാസ്ക് തന്നിട്ടുള്ള ലേണേഴ്സിനെ നമ്മളിവിടെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള ഐഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഐഷ മാം, ഓവർ ടു യു. Thank you so much, Megha ma'am. Hello, good evening, everyone. അപ്പോൾ ഇപ്പോൾ മേഘ മാം പറഞ്ഞ പോലെ ഞാൻ ഐഷ ലേൺ വൈസിലെ ഇംഗ്ലീഷ് അക്കാഡമിക് മെന്റർ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് സെഷൻ ആയിട്ടുള്ള ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് സെഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക്, ഒരു റാപ്പപ്പ് എന്നുള്ള രീതിയിൽ എല്ലാ സെഷന്റെയും ഒരു സമ്മറി വേർഷൻ മേഘ മാം ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബെസ്റ്റ് പെർഫോമേഴ്സിനെ കണ്ടെത്താനാണ്. അപ്പൊ മേഘ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ബെസ്റ്റ് പെർഫോമേഴ്സിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ കുറച്ച് പേര് നമ്മൾ ചൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരൊന്നും പെർഫോം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നല്ലതായി പെർഫോം ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അത് കൺസിഡർ ചെയ്തിട്ട് ഇനിയും ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി ആരൊക്കെയാണ് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നുള്ളത് നോക്കാം. സോ ലെറ്റ് മീ ബിഗിൻ ബൈ ഷെയറിംഗ് മൈ സ്ക്രീൻ. അപ്പൊ ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നുള്ളത്. സോ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് വി ഹാവ് ആര്യ KJ. കൺഗ്രാറ്റുലേഷൻസ് ആര്യ. BA English Integrated Bachelor സ്റ്റുഡന്റ് ആണ്. സോ ആര്യ ഇവിടെ മീറ്റിംഗിൽ ഉണ്ടോ? കൺഗ്രാറ്റുലേഷൻസ് ആര്യ. ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് we have Linson Anthony from BA English Honors January 2025 batch. So congratulations Linson.
ലിൻസൺ ഒക്കെ മീറ്റിംഗിലില്ലേ, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാട്ടോ. നിങ്ങളാണ് വിന്നേഴ്സ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇനി നമുക്ക് വരുന്നത് വി ഹാവ് മാനസി ഫ്രം BA ഇംഗ്ലീഷ് ഓണേഴ്സ് January 2025 ബാച്ച്. കൺഗ്രാറ്റുലേഷൻസ് എവ്രി വൺ. അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ വിന്നേഴ്സിന് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും ഇനിയും നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും ടാസ്ക്സും ഒക്കെ വരാൻ പോകുന്നുണ്ട്. അതിലൊക്കെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വിന്നേഴ്സ് ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഇനി ബെസ്റ്റ് പെർഫോമേഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ സെഷനിലേക്ക്, നമ്മൾ ഇന്നത്തെ ഒരു മെയിൻ അജണ്ടയിലേക്ക് പോവാണ്. ഇനി നമ്മളുടെ ടൈറ്റിൽ ഉള്ളത് പോലെ തന്നെ ലോഞ്ച് പാഡ് ഫീഡ്ബാക്ക് ആൻഡ് റാപ്പ് അപ്പ് എന്നാണ് നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് ഫീഡ്ബാക്കിന്റെ ടൈമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ന്യൂ ലേണേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ 10 സെഷൻസ് ഇവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് ദ 10th സെഷൻ. അപ്പൊ ഈ ഒരു 10 സെഷൻസിലൂടെ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ലേൺ വൈസുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും മെന്റർഷിപ്പും അങ്ങനെ എല്ലാത്തിനെയും പറ്റി നിങ്ങൾക്ക് എന്താണോ ഓണസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് ഷെയർ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോ. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് മുന്നിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കാര്യവും ലേൺ വൈസിൽ ഇപ്പോ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും, ഓറിയന്റേഷൻ, ആക്ഷൻ ടാസ്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ ഷെയർ ചെയ്യാം. സോ നമ്മൾ ഒരാളെ ആയിട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിന്നെ വോളണ്ടറി ആയിട്ട് വന്നിട്ട് പിന്നെ പറയാം. നമുക്ക് ബെസ്റ്റ് പെർഫോമേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ആ ബെസ്റ്റ് പെർഫോമേഴ്സ് ഒക്കെ ഒന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബാക്കിയുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആവും. സോ അങ്ങനെ ആർക്കും സ്റ്റാർട്ട് ചെയ്യാട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ആരാ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ടോ? ആരാണ് ഫസ്റ്റ് പറയുന്നത്? ലിൻസൺ, മാനസി എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, സോ വി ഹാവ് ലിൻസൺ. മാഡം ഞാനിവിടെ പുറത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇതാക്കി വെച്ചിരുന്നത്. ഞാൻ പുറത്തായതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല, അപ്പൊ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും കുറെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഓറിയന്റേഷൻ ശേഷം ഞാനത് ഓൾറെഡി ഇപ്പൊ ഇന്ന് എനിക്ക് ആ ലിങ്ക് അയച്ചായിരുന്നല്ലോ, അതിൽ ഞാൻ ഓൾറെഡി കമന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കുറെ ഗ്യാപ്പിന് ശേഷം തുടങ്ങുന്നവർക്ക് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ ഒരു ഡ്രൈവിംഗ് സോഴ്സ് ആയിട്ട് കാണുന്നു. കാരണം നമ്മൾ വലിയൊരു അഡ്വഞ്ചറസ് ജേർണി സ്റ്റാർട്ട് ചെയ്തേക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു നമുക്കൊരു എന്താ ഒരു ഇൻസ്പിറേഷൻ ആണത്. ഡ്രൈവിംഗ് സോഴ്സും ഇൻസ്പിറേഷനും എല്ലാം കൂടി നമുക്കൊരു ധൈര്യം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വളരെ വളരെ നന്ദി. പിന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് സെലക്ട് ചെയ്തതിന് നമ്മൾ വിചാരിച്ചില്ല അങ്ങനെ ഒരു ഇതും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. സർപ്രൈസ് ആയിരുന്നു. അതിനും വലിയൊരു താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ലിൻസൺ. അപ്പോ ഇതേപോലത്തെ ഈ ഒരു അഡ്വഞ്ചറസ് ജേർണി ഇനിയും മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഇനി ആരാണ് വരാൻ പോകുന്നത്? മാനസി റെഡിയാണോ? ഓക്കെ, പറഞ്ഞോളൂ. ഇതിപ്പോ ഞാൻ +2 തൊട്ട് ഇതുപോലെ തന്നെ ആയിരുന്നു. ഓൺലൈൻ സെഷൻ കോവിഡ് ഒക്കെ ആയതിന്റെ പേരില്. അപ്പോ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഇതിനൊക്കെ. പക്ഷെ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിലും വേറെ വേറെ രീതിയായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയപ്പോ ഈ ഓറിയന്റേഷൻ നല്ലോണം ഹെൽപ്പ് ചെയ്തു. നമ്മ എന്താണ് ലേൺ വൈസ് അല്ലെങ്കിൽ എന്താ ഇഗ്നു എന്നൊക്കെ അറിയാനായിട്ടും ഇതിനൊക്കെ നല്ല ഇതായിരുന്നു, നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് മാനസി. അപ്പോ ഇനി ആരാണ് വരാൻ പോകുന്നത്? നമുക്ക് എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇത്. ആര്യ ഉണ്ടോ? ആര്യ
ഞാൻ ജസ്റ്റ് അങ്ങനെ പേര് വിളിക്കുന്ന ഇല്ല എല്ലാരെയും. എല്ലാവർക്കും പിന്നെ ക്യാമറ ഓൺ ചെയ്ത് സംസാരിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയമാണിത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അപ്പൊ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. സോ നമുക്ക് വി ഹാവ് ട്രീസ, പ്രമോദ്, എല്ലാവരും ഉണ്ട്. അപ്പോ എല്ലാവരും നിങ്ങൾ ഓൾറെഡി ഐസ് ബ്രേക്കിംഗ് സെഷൻസും എല്ലാം ഓൾറെഡി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ എല്ലാരെയും നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ളതൊക്കെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു മടി എന്നുള്ളതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. സോ ഓരോരുത്തർ വന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ അത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വന്ന് പറയാട്ടോ. ഹലോ, ഹായ്. ഞാൻ ഷഹാന. ഹലോ. ഓക്കെ, ഷഹാന പറയൂ. ഹായ് ഷഹാന. ഹായ്. ഞാൻ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അറ്റൻഡ് ചെയ്തിടത്തോളം നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ മുമ്പുള്ള സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസും കാര്യമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനും എങ്ങനെയാ പഠിക്കണ്ടേ, എത്രമാത്രം ഇത് പഠിച്ചിട്ട് യൂസ്ഫുൾ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ള രീതി മാറി ഒരു നല്ലൊരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഉണ്ടായത്. നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു ഷഹാന ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ജേർണി അഹെഡ്. പിന്നെ താങ്ക് യു. ഷഹാന ഇപ്പൊ സുഖമില്ലായിട്ട് പോലും പിന്നെ നമ്മുടെ സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷഹാന. അപ്പൊ ഇനി താങ്ക് യു. അതുപോലെ എല്ലാവരും മുന്നോട്ട് വരിക. ട്രീസ, പ്രമോദ്, സുജ, ഷിഫ എല്ലാവരും ഉണ്ട്. ഇപ്പോ ഇനിയും ഒരുപാട് പേരുണ്ട്. ഹെന്ന, ഫാത്തിമത്തുൽ ഫിദ, സനോജ്, എല്ലാവരും മുന്നോട്ടേക്ക് വന്ന് എല്ലാവർക്കും പിന്നെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ചാൻസ് ആണിത്. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ മുന്നോട്ടേക്ക് പോവായിരുന്നു. അരെ പ്രമോദ് അൺമ്യൂട്ട് ചെയ്തിരുന്നോ? അല്ലല്ല, ഞാൻ ഹലോ മാം, കേൾക്കുന്നുണ്ടോ മാം? ആ, കേൾക്കുന്നുണ്ട്. പറയൂ പറയൂ. ക്യാമറ ഞാൻ സിസ്റ്റത്തിലാണ്, എൻ്റെ ഡെസ്ക്ടോപ്പിലാണ്, അതുകൊണ്ട് ക്യാമറ ഇല്ല. ആ, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, പറഞ്ഞോളൂ. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ട്രാക്കിലാവാൻ ഇതുവരെയ്ക്കും പറ്റിയിട്ടില്ല. പക്ഷെ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എനിക്കത് ഞാൻ ഈ ജോലിയുടെ തിരക്കും ഇതും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അതിലോട്ട് വരാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സെഷൻസ് എല്ലാം ഒന്ന് രണ്ട് സെഷൻസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതും ഈ പറഞ്ഞത് ജോലിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മാക്സിമം കുറേ സെഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ ഗ്യാപ്പിന് ശേഷം ഒന്നും കൂടെ ഒന്ന് എന്താ പറയുന്നത്, ഒന്നും കൂടെ ഒന്ന് പഠിത്തത്തിലോട്ട് വന്നതിൻ്റെ ഒരു സ്റ്റക്ക് ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് താങ്ക് യു. പ്രമോദ്. അപ്പോ നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ് നമ്മുടെ സ്റ്റുഡൻസ് വരുന്നത്. ചിലർ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലർ ഹൗസ് ഹോൾഡ് വർക്ക്സ് ആയിട്ട് ബിസി ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികയാണെങ്കിലും നമുക്കിവിടെ നമ്മുടെ ഡിഗ്രി നേടണം, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലൈഫിൽ വേറെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വേറെ ടാസ്ക്സ് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ സ്റ്റഡീസും ഇമ്പോർട്ടന്റ് ആയി കൺസിഡർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അതിനുള്ള എഫേർട്ട് നമ്മൾ ഇട്ടാൽ എന്തായാലും അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് പ്രമോദ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി അപ്പൊ ആരാണ് അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ റെഡി ആയിട്ടുള്ളത്? ഹലോ. ഹലോ, പറഞ്ഞു പറഞ്ഞു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ക്ലാസ്സുകളൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഓറിയന്റേഷൻ സെക്ഷൻസ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ സൈക്കോളജിയും പിന്നെ എല്ലാം തന്നെ നല്ലതായിരുന്നു, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതില് ക്ലാസ്സിൽ കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ക്ലാസ് ഒക്കെ കേൾക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഓറിയന്റേഷനിലൊക്കെ കയറിയ സമയത്ത് കുറെ പേര് പഠിക്കുന്നതൊക്കെ കാണുന്ന സമയം
എല്ലാരും പഠിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ മാത്രം പഠിക്കാണ്ടായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ പിന്നെ അതിലേക്ക് കൂടുതലായിട്ടൊരു താല്പര്യം തോന്നുന്നുണ്ട്. That's all. ഇങ്ങനെ നീക്കാൻ തോന്നൊന്നുമില്ല. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹെന്ന. അപ്പൊ അതെ, നമുക്കിങ്ങനെ ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ ഒക്കെ നമുക്ക് കാണാനും എല്ലാം ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും നമുക്ക് ഒരുപാട് ഇങ്ങനെ പിന്നെ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഓരോ പ്രോഗ്രാംസ്, ഇവന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഹെന്ന. ഇനി നമുക്ക് ആരാണ് വരാൻ പോകുന്നത്? സുജ, ഹീര, എല്ലാവരും ഉണ്ട്. എല്ലാവരും മുന്നോട്ടേക്ക് വരൂ. പറഞ്ഞോട്ടെ? ഓ, പറയൂ പറയൂ. ക്യാമറ ഓൺ ചെയ്യാമോ? ഓൺ ചെയ്യും. കാണാമോ? ഓ, കാണാം കാണാം. കൊറേ കാലം വിട്ടു നിന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയ്യോ, പുതിയ വണ്ടിയെ പോയിട്ടുണ്ടല്ലോ. വണ്ടി ഇവിടെ ഇവിടെ 5 കൊല്ലം 6 കൊല്ലം ഇങ്ങനെ ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. ഇപ്പൊ വർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയുള്ളൂ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ക്യാമറ ഓൺ ചെയ്യാമോ? മോളുടെ അടുത്ത് വന്നപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് ഇരുന്നോളൂ. അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വെളിച്ചപ്പില്ല, ഞാൻ ഇങ്ങോട്ട് ബാക്കിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത്. അവിടെ അകത്ത് ഓക്കെ ഓക്കെ നടക്കണ കാരണമായിരുന്നു. ഇരുട്ട്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പൊ അതേ ജോയിൻ ചെയ്തോളൂ. അതായത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ മെയിൻലി നമ്മൾ ഫീഡ്ബാക്കും റാപ്പപ്പ് സെഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പൊ ഓറിയന്റേഷൻ സെഷൻസ് നമ്മൾ 10 സെഷൻസ് കഴിഞ്ഞു. അതായത് ഇന്ന് 10th സെഷൻ ആണ്. അപ്പൊ ഈ ഒരു 9 സെഷൻസിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക്, ഈ ഒരു 9 സെഷൻസും ലേൺ വൈസുമായിട്ടുള്ള ഇത്രയും ഒരു ഷോർട്ട് ജേർണി ആണെങ്കിൽ പോലും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സെഷനാണ് ഇന്ന്. അപ്പോ ഷെൽസിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്, ഓറിയന്റേഷൻസ്, ആക്ഷൻ സെഷൻസ് ടാസ്ക്? പങ്കെടുക്കുന്നതുകൊണ്ട് കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ള, കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് പരിപാടികളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒക്കെ ഓൺലൈൻ വഴിയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് അഡ്മിഷൻ ആയാലും ക്ലാസ് വൈസ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യണേ, കാര്യങ്ങളൊക്കെ നല്ല ഡൗട്ടിങ് ആയിരുന്നു. അപ്പൊ ഈ സെഷൻസിലൊക്കെ പങ്കെടുത്തോണ്ട് കുറച്ചും കൂടി ക്ലിയർ ആയത്, എങ്ങനെയാണത് നീങ്ങുന്നവരെ കാര്യങ്ങളും നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നുള്ളതൊക്കെ ഇതിൽ പങ്കെടുത്ത് പറയാൻ കഴിഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹെൽപ്പാണ്. കാരണം ഇംഗ്ലീഷ് ഇപ്പോ കുറച്ച് വീക്കാണെങ്കിൽ കൂടിയും നമുക്കത് ഡൗട്ട് അപ്പൊ ക്ലിയർ ചെയ്ത് പോവാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെയാണ് എനിക്കൊരു ഫീലായി. പിന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് കൂടുതൽ അറിയില്ല. പിന്നെ പഠിച്ചു വരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷെൽസി. ഈ പറഞ്ഞ വർക്കും എഡ്യൂക്കേഷനും ഒക്കെ ബാലൻസ് ചെയ്യാൻ കുറച്ച് പിന്നെ നമ്മൾ എഫേർട്ട് ഇടാൻ തന്നെ വേണം. അപ്പോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇനിയുള്ള ജേർണിയിലും. പിന്നെ അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? നമുക്ക് ഈ നെക്സ്റ്റ് സെഷനിലേക്ക് മൂവ് ഓൺ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ മുന്നായിട്ട് പിന്നെ ആർക്കാണ് ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളത്? വി ഹാവ് സനോജ്, സജിത്ര, ഫിദ, ഷിഫ, ഹസ്ന, എല്ലാവരും ഉണ്ട്. അപ്പോ ട്രീസ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും പിന്നെ ഫീഡ്ബാക്ക് പറയാനുള്ള ചാൻസ് ആണ്. സോ ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഹലോ, കേൾക്കാം? ഹലോ, കേൾക്കാം കേൾക്കാം. പറയൂ പറയൂ. മാം, ക്ലാസ് കേൾക്കുന്നുണ്ട്. ഈ റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ സഹായകമാണ്. പക്ഷേ ഈ ടൈം ടേബിൾ പ്രകാരം ആക്ച്വലി മാഡം ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വരുമ്പോൾ അത് കുറച്ച് കൂടുതലല്ലേ എന്നൊരു സംശയം. കാരണം നമുക്ക് എല്ലാ സമയവും കാണാൻ പറ്റാറില്ല. ഒരു ദിവസം 2 വീഡിയോ അങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനൊരു സാഹചര്യമുണ്ട്. ഹലോ.
പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതേ ഉള്ളൂ. ബാക്കി വീഡിയോസ് ക്ലാസ് ഒക്കെ നല്ല ക്ലിയർ ആയി മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ വർക്കിംഗ് ടൈം അങ്ങനെ ആയതുകൊണ്ട്, ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ടൈം ടേബിൾ പ്രകാരം അത് ഇതിപ്പോ ഒരുപാട് ക്ലാസ് ഒരു ദിവസം 2 ക്ലാസ് പ്രകാരമല്ലേ തന്നിട്ടുള്ളത് ആ ടൈം ടേബിളിൽ. അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം. ഹലോ. കേൾക്കുന്നുണ്ട്. അതെ, ഒരു ദിവസം നമുക്ക് ടൈം ടേബിൾ പ്രകാരം 2 വീഡിയോസ് ആണ് കാണാനുള്ളത്. അതെ അപ്പൊ അതെ. നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് 8 പേപ്പേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് 1 ഇയറിൽ നമ്മൾ കവർ ചെയ്യണമല്ലോ. അപ്പൊ നമ്മള് അതെ. ആ ഒരു പോർഷൻസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ ഡെയിലി 2 വീഡിയോസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പോ ഡെയിലി 2 വീഡിയോസ് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിളിൽ തന്നെ നമ്മൾ 2-3 ദിവസം റിവിഷനും പിന്നെ സെൽഫ് സ്റ്റഡി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡേയ്സ്. അപ്പൊ ആ ഒരു ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും, അതായത് ഡെയിലി കാണാൻ പറ്റാത്ത വീഡിയോസ് ഒക്കെ കാണാനും പിന്നെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ അങ്ങനെ അത് ബാലൻസ് ചെയ്യാന് നോക്കാം. അതെ, ക്ലാസ് ഫീഡ്ബാക്ക് ഒക്കെ ഇവിടെ പറയാൻ പറ്റും. അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ജേർണീനെ പറ്റി ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇത്. ഹെന്ന, യു ക്യാൻ സ്പീക്ക് അപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സനോജിന്. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്യാന് ഈ പറഞ്ഞ പോലെ നമ്മളൊരു വർക്ക് ആൻഡ് നമ്മുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ഒരു ടൈം ടേബിൾ നമ്മൾ സെൽഫായിട്ടൊന്ന് പിന്നെ ഒന്ന് അതിലേക്ക് ഇരുന്നിട്ട് നമുക്ക് എന്താണോ ഏറ്റവും ബെസ്റ്റ് വർക്ക്ഔട്ട് ആവാന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ അതിന് ഒന്ന് എഫേർട്ട് ഇടുക. ആൻഡ് മെന്റേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും. അപ്പൊ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവാവുന്നതാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് സനോജ്. ശരി. ഹെന്ന പറയാനുണ്ടായിരുന്നോ? ഓക്കെ, പറഞ്ഞോളൂ. അത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലാണ്. ക്ലാസ് ഒക്കെ ടീച്ചർ നന്നായിട്ട് എടുക്കുന്നുണ്ട് അതില്. പക്ഷെ ചില ഭാഗം എത്തുന്ന സമയത്ത് അവര് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ആ ഇംഗ്ലീഷ് തന്നെ വായിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഘട്ടങ്ങളുണ്ട് ചിലത് അതില്. ഇപ്പം പാരഗ്രാഫ് ആണെങ്കിൽ അവര് അതിലുള്ള ഇപ്പം SLMല് നോട്ട്സ് തന്നെ വായിച്ചിട്ട് അത് അതേപോലെ പറയുന്നു. ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവര് ആ നോട്ട് അങ്ങനെ തന്നെ വായിച്ച് പറയുമ്പോ അപ്പൊ നമുക്ക് പിന്നെയും മനസ്സിലാവില്ല ഇതെന്താ അവര് പറഞ്ഞെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവര് ക്ലാസ് ഇപ്പൊ ഓൾറെഡി റെക്കോർഡഡ് ആണ്, അത് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എക്സാം വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗവും കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ ചില ഭാഗങ്ങൾ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവിടെ കുറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഹെന്ന. അങ്ങനെ നമുക്ക് ഓണസ്റ്റ് ഫീഡ്ബാക്സ് തന്നെയാണ് വേണ്ടത്. അപ്പൊ നമുക്കിപ്പോ ഹെന്ന പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീഡിയോ ക്ലാസ്സസിൽ നമുക്ക് ഏതെങ്കിലും പോർഷൻസ് ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ ഫെർദർ എക്സ്പ്ലനേഷൻ വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാനാണ് നമുക്ക് ലൈവ് റിവിഷൻ സെഷൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ബ്ലോക്കിനും നമുക്ക് ലൈവ് റിവിഷൻ സെഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ബ്ലോക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ആ ലൈവ് റിവിഷൻ സെഷനിൽ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ആ ഒരു ലൈവ് റിവിഷൻ സെഷനിൽ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനും പ്രത്യേകമായിട്ട് നമ്മൾ അതിനൊരു ടൈം നമ്മൾ അലോട്ട് ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ ക്ലിയർ ചെയ്യാം, നമുക്ക് വീഡിയോ ക്ലാസ് കണ്ട് മനസ്സിലാവാത്ത ഏരിയാസ് ഒക്കെ. സോ അങ്ങനെ മാക്സിമം പിന്നെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഹെന്ന. അപ്പോ ഇനി നമുക്ക് ആരെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് ഹലോ പോകുന്നു. മാം, ഞാൻ സജിത്ര. പറയൂ.
മാം നേരത്തെ മറ്റേ ഫുൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം 2 ക്ലാസ് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് വെച്ചാൽ ഒരു ബേസിക് കുറെ ഗ്യാപ്പ് വീണിട്ട് വന്നിരിക്കുമ്പം ഒരു നല്ല ടഫ് ഉണ്ട്. കാരണം ക്ലാസ് കേട്ട് തീർക്കുന്നു, നോട്ട് എഴുതി തീർക്കുന്നു എന്നല്ലാതെ അത് ശരിക്കും ഒരു പഠനം നടക്കുന്നില്ല. ജസ്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലായി എന്നല്ലാതെ പിന്നെ അത് അടച്ചു വെച്ച് തൊട്ടുപുറേ തന്നെ എന്തെങ്കിലും അതിൽ നിന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. എന്നാൽ 2 ക്ലാസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ നോക്കിയപ്പോ ഇപ്പൊ ഞാൻ ടൈം ടേബിൾ അനുസരിച്ച് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വലിയ പ്രശ്നം തോന്നുന്നില്ല ഇപ്പോഴത്തെ പോർഷൻ. പിന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇച്ചിരി കൂടെ ടഫായിട്ടുള്ള ഒരു ഫീൽഡൂടെ. അപ്പൊ അവിടെ എത്തുമ്പോൾ എങ്ങനെയാകും ഇങ്ങനെ പോയാൽ ഒരു 2 ക്ലാസ് എന്ന് വെച്ചുള്ളൊരു ടെൻഷൻ ഉണ്ട്. എന്താകും എന്നുള്ളത്, ഒരു ദിവസം ഇങ്ങനെ 2 ക്ലാസ് എന്നുള്ളത്. പിന്നെ അതാണ് ഒരു പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം വെച്ചിരുന്ന ആ ഒരു മെന്റലായി ഉള്ള ഒരു എന്താ പറയുന്ന ഒരു കൗൺസിലിങ്ങിന്റെ അത് സെക്ഷൻ സത്യത്തിൽ എനിക്ക് വളരെ പ്രയോജനം ചെയ്തു പോകാൻ കേട്ടോ. ഏറ്റവും ഉപകാരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എനിക്കൊരു PSC ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ആകെ മെന്റലി ഇതായി ഒരു ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ ആ ഒരു കൗൺസിലിംഗ് ക്ലാസ് വെച്ചത് ആ ഒരു അത് നല്ലൊരു ഉപകാരം ചെയ്തു. ഇന്നലെ എനിക്കൊരു പോസിറ്റീവായി പ്രസന്റ് ചെയ്യാൻ അതുകൊണ്ട് പറ്റി. അതിന് അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച് സജിത്ര. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പോർഷൻസ് പിന്നെ ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് വർക്കിംഗ് ആണ് ആൻഡ് ഈ പറഞ്ഞ പോലെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് ചെയ്യാൻ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് മാക്സിമം ഈ പറഞ്ഞ പോലെ ടൈം ടേബിളിൽ ഉള്ളത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കറിയാം ഈ റിവിഷൻ സെഷൻ എന്ന് പറഞ്ഞിട്ട് റിവിഷൻ സെഷൻ അതുപോലെ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം ദിവസങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ളത് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് മെയ് വരെയാണ് നമുക്കിപ്പോ ഫസ്റ്റ് ടേമിലെ ടൈം ടേബിൾ വരുന്നത്. അപ്പൊ ആ ഒരു മെയ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് വരെയൊക്കെയാണ് ക്ലാസ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേറെ ക്ലാസ്സുകളും ലൈവ് സെഷൻസും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയിട്ടുള്ള പോർഷൻസ് റിവൈസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ള സമയം അവിടെ കിട്ടും. സോ ഇൻ കേസ് നിങ്ങൾ മെയ് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് മെയ് എൻഡിലേക്ക് ആ ഒരു സമയത്തേക്ക് പ്രോപ്പർ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റും. ആൻഡ് മെന്റേഴ്സിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടും ആ സമയം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെന്റേഴ്സ് ത്രൂ ക്ലിയർ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പിന്നെ അത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. മാഡം ഒരു മിനിറ്റ് മാഡം, ഞാൻ ആക്ച്വലി നേരത്തെ ഫീഡ്ബാക്ക് ഓറിയന്റേഷൻ സെഷൻ അതിന്റെ ഫീഡ്ബാക്ക് ആണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ക്ലാസിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനൊരു കാര്യം നോട്ട് ചെയ്തതേ, നമ്മളുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടല്ലോ, വാല്യൂ ആഡഡ് നോട്ട്സിൽ ആക്ച്വലി SLM വായിച്ചിട്ട് നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറെ ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ് കണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഈ SLM വായിക്കാൻ പറ്റാറുണ്ടായിരിക്കത്തില്ലല്ലോ. അപ്പൊ ആ വാല്യൂ ആഡഡ് നോട്ട്സിൽ ചിലപ്പോൾ എറേഴ്സ് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ SLM വായിച്ചതിന് ശേഷമാണ് വാല്യൂ ആഡഡ് നോട്ട്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അതിൻ്റെ അകത്ത് മിസ്റ്റേക്സ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചിലവർക്ക് SLM വായിക്കാൻ പറ്റാത്തവർക്ക് വാല്യൂ ആഡഡ് നോട്ട്സ് മാത്രമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ് അവരെ ചിലപ്പോൾ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ലിൻസൺ. അത് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ലിൻസൺ. അപ്പോ ഇനി നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ഷെയറിംഗ് യുവർ ഫീഡ്ബാക്ക്. നമ്മൾ ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് സെഷനില് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫീഡ്ബാക്ക് ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെഷന് ശേഷം നമ്മൾ മെന്റേഴ്സ് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഫീഡ്ബാക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓറിയന്റേഷൻ സെഷൻ നമ്മൾ ഇപ്പൊ 10 സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾക്ക് ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ ഏതൊക്കെ സെഷൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്, ആൻഡ് ഇനി നമ്മൾ കൂടുതൽ ഏത് കാര്യങ്ങളിൽ ഇംപ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്യും. അപ്പൊ അത് നിങ്ങൾ
കംപ്ലീറ്റ് ചെയ്തിട്ട് മെന്റേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതൊരു ഫോം വരുന്നുണ്ട്. 2 ഫോംസ് ആണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. ഒന്ന് ഫീഡ്ബാക്ക് ഫോമും രണ്ടാമത്തത് ഓൺലൈൻ അസസ്മെന്റ് ഫോമുമാണ്. അപ്പൊ ഈ ഒരു അസസ്മെന്റ് ഫോമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈ ഒരു ഓറിയന്റേഷനിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അതായത് ഇഗ്നോവിനെ പറ്റി, നിങ്ങളുടെ പ്രോഗ്രാമിനെ പറ്റി, അതായത് ഇപ്പോൾ BA ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ സ്റ്റുഡൻസും ഉണ്ട്, ഇന്റഗ്രേറ്റഡിന്റെ സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഓൺലൈൻ അസസ്മെന്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് 2 പാർട്ടായിട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതായത് ഇഗ്നോവിനെ പറ്റിയിട്ടാണ്. ഇഗ്നോവിൽ എങ്ങനെയാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക, ടേം ആൻഡ് എക്സാമിനേഷൻസ് എങ്ങനെയാണ്, അതിന്റെ വാല്യുവേഷൻ കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ഈ ഓറിയന്റേഷൻ സെഷൻസിൽ കവർ ചെയ്ത് പോയ ഏരിയാസ് ആണ്. അപ്പൊ ആ ഒരു പാർട്ടിനെ പറ്റിയാവും ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാല് നമ്മുടെ കോഴ്സിന് സ്പെസിഫിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് BA ഇംഗ്ലീഷ് ഓണേഴ്സ് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നമ്മുടെ സിലബസ് സ്ട്രക്ചർ, കോഴ്സ് ഡീറ്റെയിൽസ്, അതിനെ പറ്റിയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. BA ഇംഗ്ലീഷ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് എടുത്തവർക്ക് അവരുടെ സിലബസും സബ്ജക്ട്സും പേപ്പേഴ്സും ഒക്കെ ഏതാണ്, അതിന് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അങ്ങനെ 2 പാർട്സ് ആണ് ഈ ഓൺലൈൻ അസസ്മെന്റിന് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഫോം അയച്ചു തരും, ഗൂഗിൾ ഫോം. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡേ നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ഹൊറൈസൺ ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു ഫോമും നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഒരു പേഴ്സണലൈസ്ഡ് സപ്പോർട്ടിനെ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ന്യൂ ഹൊറൈസൺസ് ഫോം എല്ലാവരും ഫില്ല് ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം. ഇനി ഫില്ല് ചെയ്യാത്ത സ്റ്റുഡൻസ് ഈ സെഷന് ശേഷം മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ ഈ ഫോം ചോദിച്ചിട്ട് അതെന്തായാലും ഫില്ല് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, ആൻഡ് ഇതായിരുന്നു നമ്മുടെ ഫീഡ്ബാക്ക് ടൈം. ഫീഡ്ബാക്ക് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ ജസ്റ്റ് ഒരു കോട്ടാണ് നോക്കുന്നത്. യുവർ ഓറിയന്റേഷൻ മൈറ്റ് എൻഡ് ഹിയർ ബട്ട് യുവർ സക്സസ് ജേർണി ജസ്റ്റ് ബിഗിൻസ്. നമ്മളെ റാപ്പപ്പ് വീഡിയോയിൽ നമ്മൾ കേട്ട പോലെ ഓറിയന്റേഷൻ സെഷൻ മാത്രമാണ് ഇവിടെ നമുക്ക് ഒരു എൻഡിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ ഒരു സക്സസ് ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് ജേർണി ഇനിയാണ് പിന്നെ ഫുൾ പവറിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എവ്രി വൺ. ആൻഡ് നമുക്കറിയാം ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0 നമ്മുടെ പിന്നെ മോട്ടോ എന്ന് പറയുന്നത് ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ് എന്നായിരുന്നു. So every end is a new beginning. Go forth and succeed in your IGNOU journey. So wishing you all the very best. ഇനിയുള്ള ഈ ഒരു പഠനത്തിന്റെ ഈ ഒരു അക്കാഡമിക് ജേർണിയിൽ നിങ്ങൾക്ക് എല്ലാ സക്സസും കൈവരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. So thank you so much everyone for joining today's session. I hope you had a great time. Thank you, ma'am. Okay. Thank you so much everyone. അപ്പോൾ ഇനിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ അക്കാഡമിക് ജേർണി അഹെഡ്.